ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. എല്ലാവരും ഒരു കുക്കിംഗ് വീഡിയോ ആണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഇന്നതല്ല. ഞങ്ങൾ കുറേ നാളായിട്ട് ഒരു 2 വീലർ വാങ്ങണമെന്ന് വിചാരിക്കുകയായിരുന്നു. സോ ഞങ്ങൾ അങ്ങനെ ഒരാഴ്ച മുമ്പ് വന്ന് ബുക്ക് ചെയ്തു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള മരക്കാറ് ഹോണ്ടയിൽ നിന്നാണ് ഞങ്ങൾ വണ്ടി വാങ്ങിക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് വണ്ടി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ താക്കോല് വാങ്ങാൻ വന്നതാണ്. ഹോണ്ടയുടെ തന്നെ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള CB 125 ഹോർനെറ്റ് എന്ന് പറഞ്ഞ വണ്ടിയാണ് എടുക്കുന്നത്. അത്യാവശ്യം കാണാൻ നല്ല സ്പോർട്ടി ലുക്കൊക്കെയാണ്. ഏകദേശം 125 cc വണ്ടിയാണ്. ഇതിൻ്റെ തന്നെ കുറേ കളർ വേരിയൻറ്റ് അവൈലബിൾ ആണ്. ഇവിടെ ബ്ലൂ, റെഡ്, ഗ്രീന്, ബ്ലാക്ക് ഒക്കെ അവൈലബിൾ ആണ്. ഞങ്ങൾ എടുത്തിരിക്കുന്നത് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ്റെ ഉള്ളതാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കൂടാതെ റെഡ് ഞങ്ങളുടെ ഫേവറേറ്റ് കളർ കൂടിയാണ്. സോ ഇതിൻ്റെ ഉള്ളിലേക്ക് അവർ വണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെയാണ് ഇവരുടെ ഓഫീസ്, അതായത് നമ്മുടെ ബില്ലും RC പേപ്പറും എല്ലാം തരുന്നത്. അപ്പോൾ ഇവിടുന്ന് ആദ്യം അത് കളക്ട് ചെയ്യാം. വണ്ടി അകത്ത് കൊണ്ടുപോയത് നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്യാനും അഡീഷണലായിട്ട് ഞങ്ങളൊരു ക്രാഷ് കാർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് ഫിക്സ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. സോ ഫൈനലി നമ്മുടെ വണ്ടിയുടെ പേപ്പറെല്ലാം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ബട്ട് വണ്ടി കിട്ടിയിട്ടില്ല. അതിന് കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. വൈകിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കുറച്ച് നാളായിട്ട് ആൾ ഒരാഗ്രഹം പറയുന്നതാണ്, ഒരു ബൈക്ക് വേണമെന്ന് ഒക്കെ, നൈറ്റ് റൈഡ് പോകണമെന്നൊക്കെ. സോ അന്ന് മുതലേ ഒരു പ്ലാൻ ചെയ്യുമായിരുന്നു. ഇന്നാണ് എന്തായാലും അത് സാധിച്ചത്. ബൈക്ക് നല്ലതാണ്, ബട്ട് ഫാമിലി ആയിട്ട് പോകാനൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ബാക്ക് സീറ്റ് വളരെ ചെറുതാണ്. 2 പേർക്ക് ഓക്കെയാണ്. പിന്നെ കൊച്ചുകുട്ടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. സോ അങ്ങനെ ഇതാണ് നമ്മുടെ വണ്ടി. കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട്. പക്ഷെ അത്യാവശ്യം മൈലേജൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എബോ ഒരു 50-260 കിട്ടും എന്നാണ് പറയുന്നത്. നമുക്കറിയില്ല. എന്തായാലും കുറച്ച് ഓടിച്ചതിന് ശേഷം ഒരു റിവ്യൂ എന്തായാലും ഏട്ടനെ കൊണ്ട് ഞാൻ ഇടിപ്പിക്കാം. സോ ഫൈനലി താക്കോല് അവിടുത്തെ സ്റ്റാഫ് തന്നെ നമ്മുടെ കയ്യിൽ തന്നു. വൈകുവാണ് താക്കോല് വാങ്ങിയത്. മോളുടെ ആഗ്രഹമായതുകൊണ്ട് മോള് തന്നെ വാങ്ങണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. എന്തായാലും ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു മെമ്പർ കൂടി വന്നിരിക്കുന്നു. അങ്ങനെ ഏട്ടനത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. അവർ തന്നെ അതിൻ്റെ എല്ലാ ഫങ്ഷൻസും ബാക്കി കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നിരുന്നു. അങ്ങനെ മോളും അതിൻ്റെ ബാക്കിൽ കയറിയിട്ടുണ്ട്. ആള് അതിൻ്റെ ബാക്കിലിരിക്കുമ്പോൾ ഒരു കുതിരപ്പുറത്തൊക്കെ ഇരിക്കുന്ന ഒരു ഫീലാണ്. അങ്ങനെ പുതിയൊരു തുടക്കം ഇവിടെ ആരംഭിക്കുകയായി. ഇതിൻ്റെ റിവ്യൂസും ബാക്കി ഡീറ്റെയിൽസും അടങ്ങിയ ഒരു വീഡിയോ എന്തായാലും പുറകെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ.